നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഇന്തോനേഷ്യയിലെ ബാലിയിൽ നിന്ന് ഓസ്ട്രേലിയയിലെ മെൽബണിലേക്ക് പോയ ജെറ്റ് സ്റ്റാർ വിമാനം യാത്രക്കാരൻ വിമാനത്തിന്റെ വാതിൽ തുറക്കാൻ ശ്രമിച്ചതിനെ തുടർന്ന് ഡെൻപസർ വിമാനത്താവളത്തിലേക്ക് തിരിച്ചിറക്കിയിരിക്കുകയാണ്. കുറച്ചു നേരത്തേക്കാണെങ്കിലും യാത്രക്കാർക്കെല്ലാം ബുദ്ധിമുട്ടുണ്ടാക്കിയിരിക്കുകയാണ് ഈ ഒരു യാത്രികന്റെ പ്രവൃത്തി. ഇന്ത്യൻ മഹാസമുദ്രത്തിന് മുകളിലൂടെയുള്ള യാത്രയ്ക്കിടെ മാർച്ച് 31 തിങ്കളാഴ്ചയാണ് സംഭവം നടക്കുന്നത്. ഏകദേശം 200 യാത്രക്കാരുമായി വിമാനം ഷെഡ്യൂൾ ചെയ്തതുപോലെ ഡെൻപാസർ വിമാനത്താവളത്തിൽ നിന്ന് പറന്നുയരുകയായിരുന്നു. എന്നാൽ യാത്രക്കാരൻ ആക്രമണാത്മകവും അപകടകരവുമായ പെരുമാറ്റം കാണിച്ചതിനെ തുടർന്ന് തിരിച്ചു പോകേണ്ടി വന്നതായി പീപ്പിൾസിന് നൽകിയ പ്രസ്താവനയിൽ എയർലൈൻ സ്ഥിരീകരിച്ചു. ഇന്നലെ രാത്രി ഒരു യാത്രക്കാരൻ വിമാനത്തിന്റെ വാതിലുകളിൽ ഒന്ന് തുറക്കാൻ ശ്രമിക്കുകയും ഞങ്ങളുടെ ജീവനക്കാരോട് മോശമായി പെരുമാറുകയും ചെയ്തതിനെ തുടർന്ന് ഞങ്ങൾ വിമാനം ഡെൻപാസറിലേക്ക് തിരിച്ചയച്ചു. ഫ്ലൈറ്റ് റഡാർ 24 നിന്നുള്ള ഫ്ലൈറ്റ് ട്രാക്കിംഗ് ഡാറ്റ സൂചിപ്പിക്കുന്നത് വിമാനം പ്രാദേശിക സമയം രാത്രി 8:20 പുറപ്പെട്ടു. തുടർന്ന് സംഘർഷാവസ്ഥ കാരണം അത് തിരിച്ചുവിട്ടു എന്നാണ്. സമുദ്രത്തിന് മുകളിൽ ഉയരത്തിൽ പറക്കുമ്പോൾ യാത്രക്കാരൻ അജ്ഞാതമായ കാരണങ്ങളാൽ വിമാനത്തിന്റെ വാതിൽ ബലമായി തുറക്കാൻ ശ്രമിച്ചു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. വാണിജ്യ വിമാനങ്ങളുടെ വാതിലുകൾ പൂട്ടിയിരിക്കുന്ന രീതിയിലാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നതെങ്കിലും ക്യാബിൻ മർദ്ദം കാരണം പറക്കലിന്റെ മധ്യത്തിൽ തുറക്കാൻ കഴിയില്ലെങ്കിലും ഈ ശ്രമം ജീവനക്കാരിലും യാത്രക്കാരിലും ആശങ്കയുണ്ടാക്കിയിട്ടുണ്ട്. അതിനാൽ തന്നെ എത്രയും വേഗം അവർ മറ്റുള്ള യാത്രക്കാരെല്ലാം തന്നെ ഭയന്നതുകൊണ്ട് കൂടിയാണ് ഏറ്റവും അടുത്തുള്ള വിമാനത്താവളത്തിൽ ഇറക്കിയത്. ഏതായാലും പരാതി നൽകിയതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ഇൻഫർമേഷൻസ് ഒന്നും തന്നെ പുറത്തു വന്നിട്ടില്ല. നടപടി എടുത്തിട്ടുണ്ടെങ്കിൽ കൃത്യമായും ഈ യാത്രക്കാരനെതിരെ ശിക്ഷ ലഭിക്കുമെന്ന് തന്നെ കരുതാം. അതേസമയം ഈദ് അവധിക്ക് ശേഷം എല്ലാവരും ജോലിയിൽ തിരികെ പ്രവേശിച്ചതോടെ UAE റോഡുകളിൽ ഗതാഗതം വീണ്ടും വർദ്ധിച്ചിരിക്കുകയാണ്. ഇക്കാര്യം മുൻകൂട്ടി കണ്ട് മാർച്ച് 29 പുതിയ ഗതാഗത നിയമങ്ങൾ പ്രാബല്യത്തിൽ വന്നിരുന്നു. ഇനി മുതൽ ഗുരുതരമായ നിയമലംഘനങ്ങൾക്ക് 2 ലക്ഷം ദിർഹം, അതായത് 46,61,982 രൂപ വരെ പിഴ അടയ്ക്കേണ്ടി വരും. ഫെഡറൽ ട്രാഫിക് നിയമങ്ങളിലെ പുതിയ മാറ്റങ്ങളെ റോഡ് സുരക്ഷാ വിദഗ്ധർ സ്വാഗതം ചെയ്തിട്ടുണ്ട്. എന്നാൽ കഠിനമായ ശിക്ഷകൾ കൊണ്ട് മാത്രം വിഷയം പൂർണ്ണമായും പരിഹരിക്കാനാകില്ലെന്നും ഇവർ മുന്നറിയിപ്പ് നൽകി. പിടിക്കപ്പെടാനുള്ള സാധ്യത കുറവാണെന്നാണ് വാഹനം ഓടിക്കുന്ന പലരുടെയും ചിന്ത. ഇങ്ങനെ വിശ്വസിക്കുന്നവർ റോഡിലൂടെ ശരിയായ രീതിയിൽ വാഹനം ഓടിക്കുമെന്ന് പറയാൻ സാധിക്കില്ല എന്നും നിയമം കൊണ്ടുവരുന്നതിനൊപ്പം ഇത് കർശനമായി നടപ്പിലാക്കാൻ കൂടുതൽ പോലീസുകാരെ നിയോഗിക്കണം, എങ്കിൽ മാത്രമേ ജനങ്ങൾ സുരക്ഷിതമായി വാഹനം ഓടിക്കുകയുള്ളൂ എന്നാണ് വിദഗ്ധരടക്കം ഊന്നി പറഞ്ഞിരിക്കുന്നത്.